ടു ഇക്കണോമിക്സിന്റെ 5ാമത്തെ ചാപ്റ്ററാണ്. നമ്മുടെ ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്റർ, ഏറ്റവും ചെറിയ ഒരു ചാപ്റ്റർ. ശ്രദ്ധിക്കണം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ശ്രദ്ധയോടെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം? വാട്ട് ഈസ് മാർക്കറ്റ് ഇക്വിലിബ്രിയം അഥവാ കമ്പോള സന്തുലിതാവസ്ഥ? ഓക്കെ, അപ്പോൾ equilibrium we mean equality between two forces, two elements such as quantity demanded and quantity supplied. അപ്പോൾ കമ്പോള സന്തുലിതാവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പോളത്തിൽ സാധനങ്ങൾ വാങ്ങുകയും സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തുല്യമായ അവസ്ഥയാണ് സന്തുലിതാവസ്ഥ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. എന്താണത്? ചോദനവും പ്രധാനവും. എല്ലാവർക്കും അറിയാം. ചോദനം എന്ന് പറയുന്നത് എന്താണ്? സാധനം വാങ്ങുമ്പോഴുണ്ടാവുന്ന അവസ്ഥയാണ്. പ്രധാനം എന്ന് പറയുമ്പോഴോ സാധനം വിൽക്കുന്ന സാഹചര്യമാണ്. ഓക്കെ, അപ്പോൾ കമ്പോളത്തിൽ സാധനങ്ങൾ വാങ്ങുക, ഏത് സാഹചര്യത്തിലാണ് കൂടുതൽ സാധനങ്ങൾ വാങ്ങുക? സാധനങ്ങളുടെ വില കുറയുമ്പോൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങും. റെഡിയല്ലേ? ഇനി എപ്പോഴാണ് കൂടുതൽ സാധനങ്ങൾ വിൽക്കുക? കൂടുതൽ വില കിട്ടുമ്പോൾ കൂടുതൽ സാധനങ്ങൾ വിൽക്കും ഉൽപാദകർ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. See, market equilibrium we mean, sir, a particular state in which quantity demanded equalizes with the quantity supplied. Okay, and see, in a free market economy the price of the commodity will be determined on the basis of the quantity demanded and the quantity supplied. Okay, and the process of determining the price of a commodity based on quantity demanded and quantity supplied is called price mechanism. Okay, price mechanism, വില സംവിധാനം. എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു വസ്തുവിന്റെ വില എങ്ങനെയാണ് തീരുമാനിക്കുക കമ്പോളത്തിൽ? ആ വസ്തുവിനുള്ള ചോദനവും ആ വസ്തുവിന്റെ പ്രധാനവും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അല്ലേ? ചോദനം നമ്മൾ പഠിച്ചതാണ് ഡിമാൻഡ്. എപ്പോഴൊക്കെയാണ് ഒരു ഉപഭോക്താവ് കൂടുതൽ സാധനങ്ങൾ വാങ്ങുക? ആ വാങ്ങുന്ന വസ്തുവിന് വില കുറഞ്ഞു വരികയാണെങ്കിൽ ആ വസ്തു കൂടുതൽ വാങ്ങും അല്ലേ? അതുകൊണ്ട് എന്താണ്? വിലയും വാങ്ങുന്ന വസ്തുവിന്റെ അളവും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. എന്താണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്? ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ്. ആലോചിച്ച് നോക്കൂ. വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, വാങ്ങുന്ന വസ്തുവിന്റെ അളവ് കുറയും. നേരെ തിരിച്ച് വില കുറയുകയാണെങ്കിലോ കൂടുതൽ അളവ് സാധനം വാങ്ങും. യെസ്, നമ്മൾ ചോദന നിയമം പഠിച്ചതാണ്. എന്താണ് ചോദന നിയമം? യെസ്, വെൻ പ്രൈസ് ഇൻക്രീസസ് quantity demanded decreases. Okay, therefore the law of demand states that more quantity of a commodity will be demanded at a lower price than at a higher price. It means that when price increases quantity demanded decreases and vice versa. എല്ലാവർക്കും അറിയാം. അപ്പോൾ ചോദനം എന്ന് പറയുന്നത് എന്താണ്? സാധനം വാങ്ങുന്ന സാഹചര്യം. ഒരു ഉപഭോക്താവ് വില കുറഞ്ഞു വരുമ്പോൾ കൂടുതൽ വസ്തുക്കൾ വാങ്ങും അല്ലേ? വില കൂടുതലാണെങ്കിലോ കുറച്ച് വാങ്ങും. അതുകൊണ്ട് വിലയും വാങ്ങുന്ന വസ്തുവിന്റെ അളവും തമ്മിൽ എന്താണ്? വിപരീതാത്മക ബന്ധമാണ്. ഓക്കെ, ഇനിയോ പ്രധാനം. സാധനം വിൽക്കുന്ന സാഹചര്യമാണ്. ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന വസ്തുക്കളെ നമ്മൾ എന്ത് വിളിക്കും? പ്രധാനം എന്ന് വിളിക്കും അല്ലേ? യെസ്, ഒരു ഉൽപ്പാദകൻ എപ്പോഴാണ് അദ്ദേഹം ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ വിൽക്കുക? കമ്പോളത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ വില കിട്ടുമ്പോഴല്ലേ വിൽക്കുക. അപ്പോഴോ വില വർദ്ധിക്കുന്നു, വിൽപ്പന വർദ്ധിക്കുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ വിലയും വിൽപ്പനയും വിൽക്കുന്ന വസ്തുവിന്റെ അളവും എന്താണ്? ഒരേ ദിശയിൽ വർദ്ധിക്കുകയാണ്. അവിടെ ഡയറക്റ്റ് റിലേഷൻ ആണ്. വില വർദ്ധിക്കുന്നു, കൂടുതൽ വിൽക്കുന്നു. വില കുറയുന്നു, വിൽപ്പന കുറക്കുന്നു. റെഡി? അപ്പോൾ പ്രധാനം പ്രധാനം. ഓക്കെ, അങ്ങനെ അപ്പോൾ ലോ ഓഫ് സപ്ലൈ പറയൂ. യെസ്,
we thoroughly studied what is law of supply. ഇപ്പോൾ പ്രധാന നിയമം നമ്മൾ പഠിച്ചതാണ്. എന്താണ് പ്രധാന നിയമം? As and when price of a particular commodity increases, the quantity offered for sale will also increase. And vice versa, that is, when price decreases, quantity supplied will also decrease. Therefore, here it is said, there is direct relationship between price and quantity offered for sale or quantity supplied. അപ്പോൾ വിലയും വിൽപ്പനയും ഒരേ ദിശയിലാണ് സഞ്ചരിക്കുക. വില കൂടുന്നു, കൂടുതൽ അളവ് സാധനം വിൽക്കുന്നു. വില കുറയുന്നു, കുറച്ച് അളവ് സാധനം മാത്രം വിൽക്കുന്നു. അപ്പോൾ ചോദനം എന്ന് പറയുന്നത് സാധനം ഉപഭോക്താവ് വാങ്ങുന്ന അവസ്ഥയും പ്രധാനം എന്ന് പറയുന്നത് സാധനം വിൽപ്പനക്കാരൻ ഉൽപാദകൻ വിൽക്കുന്ന അവസ്ഥയുമാണ്. യെസ്, ചോദനം വിലയുമായി വിപരീതാത്മക ബന്ധമാണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. വില വർദ്ധിക്കുന്നു, വാങ്ങുന്ന വസ്തുവിൻ്റെ അളവ് കുറയുന്നു. ഇനി പ്രധാനമോ വിലയുമായി ഡയറക്റ്റ് റിലേഷനാണ്. വില വർദ്ധിക്കുന്നു, കൂടുതൽ വസ്തുക്കൾ വിൽക്കുന്നു. റെഡി? അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ ഹെഡിങ്? മാർക്കറ്റ് ഇക്വിലിബ്രിയം, കമ്പോള സന്തുലിതാവസ്ഥ. എല്ലാവരും ഓർത്തിരിക്കുക, കമ്പോള സന്തുലിതാവസ്ഥ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ മുഴുവനും ഉപഭോക്താക്കൾ വാങ്ങിയാൽ, ഡിമാൻഡ് ചെയ്താൽ, അപ്പോൾ ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ കെട്ടിക്കിടക്കുന്നില്ല. ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ മുഴുവനും വിറ്റ് തീർന്നു. അപ്പോൾ എന്താണ്? ഉപഭോക്താക്കൾക്ക് അവരുടെ സംതൃപ്തി പരമാവധി കൈവരിക്കാൻ സാധിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഉൽപ്പാദകർക്ക് അവരുടെ ലാഭവും പരമാവധി ലഭിച്ചിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു സാഹചര്യത്തെ നമ്മൾ എന്ത് വിളിക്കും? സന്തുലിതാവസ്ഥ, തുല്യത പാലിച്ച അവസ്ഥ. എന്തൊക്കെ തമ്മിൽ? ചോദനവും പ്രധാനവും തുല്യത പാലിച്ച അവസ്ഥ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഇക്വിലിബ്രിയം? ബൈ ഇക്വിലിബ്രിയം we mean equality or balance between two forces, say quantity demanded and quantity supplied. This is equilibrium, equality. Okay, and in that situation there is no tendency at all to change. Okay, അപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ യാതൊരു മാറ്റത്തിനും സാധ്യതയില്ലാത്ത തുല്യത പാലിക്കുന്ന ആ ഒരു സാഹചര്യത്തെ നമ്മൾ എന്ത് വിളിക്കും? സന്തുലിതാവസ്ഥ. ഇവിടെ കമ്പോളത്തിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ മുഴുവൻ വിറ്റുതീരുന്ന സാഹചര്യം, ഉൽപ്പന്നങ്ങൾ അല്പം പോലും വിറ്റുതീരാതെ കെട്ടിക്കിടന്ന അവസ്ഥയില്ല. ഓക്കെ, വൺസ് മോർ, equilibrium we mean equality or balance between quantity demanded and quantity supplied. Okay, in such a situation there is no tendency at all to change. So the so called equilibrium can be easily explained with the help of a diagram. You just see the diagram. We know, see in this diagram, x axis represents quantity demanded and quantity supplied. Y axis just price. Okay, അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞിട്ടുള്ള കമ്പോള സന്തുലിതാവസ്ഥ എന്ന ആശയം വളരെ എളുപ്പത്തിൽ ഒരു ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എളുപ്പത്തിൽ വിശകലനം ചെയ്യാൻ സാധിക്കും. ഈ ഡയഗ്രത്തിൻ്റെ എക്സ് അക്ഷത്തിൽ നമ്മൾ ചോദനവും പ്രധാനവും രേഖപ്പെടുത്തണം. വൈ അക്ഷത്തിലാണെങ്കിലോ സാധനത്തിൻ്റെ വില രേഖപ്പെടുത്തണം. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ചോദന വക്രവും പ്രധാന വക്രവും ഒരു ഡയഗ്രത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ചോദന വക്രം എങ്ങനെ വരും? യെസ്, വി നോ the demand curve has been drawn downwards from left to right, indicating that as and when price of the commodity falls, more and more quantity of the commodity will be demanded. യെസ്, ചോദന വക്രം എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്ത് പഠിച്ചത്? യെസ്, വസ്തുക്കളുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വസ്തു ഉപഭോക്താവ് കൂടുതൽ വാങ്ങുന്നു. അങ്ങനെ വിലയും വാങ്ങിയ വസ്തുവിന്റെ വിലയും എന്താണ് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റി തമ്മിലുള്ള വ്യത്യസ്ത കോമ്പിനേഷൻസ് പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇടത്തു നിന്ന് വലത്തോട്ട് ചെരിഞ്ഞു കിടക്കുന്ന ഒരു വക്രം ലഭിച്ചു. അതിന്റെ പേരെന്താണ്? ചോദന വക്രം, ഡിമാൻഡ് കർവ്. ഓക്കെ അല്ലേ? ഇനി പ്രധാന വക്രം എങ്ങനെയാണ് നമുക്ക് കിട്ടിയിരുന്നത്? യെസ്, എന്താണ്?
നമ്മൾ പഠിച്ചു പ്രധാനവും വിലയും തമ്മിൽ എങ്ങനെയുള്ള ബന്ധമാണ്? നേരിട്ടുള്ള ബന്ധമാണ്. എന്താ വാട്ട് യു മീൻ ബൈ ഡയറക്റ്റ് റിലേഷൻഷിപ്പ്? യെസ്, when price increases quantity offered for sale will also increase. ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുവിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തു ഉൽപ്പാദിപ്പിച്ച ഉൽപാദകൻ ആ വസ്തു കൂടുതൽ കൂടുതൽ വിൽക്കും, അല്ലേ? വില കുറയുമ്പോഴോ കുറച്ചേ വിൽക്കുകയുള്ളൂ. റെഡി? അതുകൊണ്ട് എന്താണ് പ്രധാന വക്രം ഇടത്തു നിന്ന് വലത്തോട്ട് പോസിറ്റീവായി മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. യെസ്, again please listen. See, in this diagram demand curve DD has been drawn negatively from downwards left to right, and see the supply curve representing SS has been drawn upwards or positively from left to right. Ready? At a particular point, say point E, both curves DD and SS intersects each other and thereby determines OP price and OQ quantity. See, the point E is the equilibrium point, okay, and point P represents the equilibrium price and the point Q represents the equilibrium quantity. Very simple. നിങ്ങൾക്ക് ഞാൻ പറയുന്നതാണ്, നമ്മൾ ഈ ഡയഗ്രത്തിൽ ഈ ഗ്രാഫിൽ ചോദന വക്രം ആദ്യം വരച്ചു, ഇടത്തു നിന്ന് വലത്തോട്ട് താഴോട്ട് തിരിച്ചാണ് വരച്ചത്. എന്താ കാരണം? ഏതെങ്കിലും ഒരു വസ്തുവിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തു കൂടുതൽ വാങ്ങും. ഇതൊക്കെ നമ്മൾ മുമ്പേ പഠിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ പറയുന്നത്. അപ്പൊ ചോദന വക്രം എന്താണ്? ഇടത്തു നിന്ന് വലത്തോട്ട് തിരിച്ച് വരച്ചിരിക്കുകയാണ്. ഇനി പ്രധാന വക്രമോ? വില വർദ്ധിക്കുമ്പോൾ കൂടുതൽ വിൽക്കും. അപ്പോൾ എന്താണ്? ഇടത്തു നിന്ന് വലത്ത് മുകളിലേക്ക് പോയിരിക്കുകയാണ്, വരച്ചിരിക്കുകയാണ്. രണ്ട് വക്രങ്ങളും ഈ എന്ന ബിന്ദുവിൽ വെച്ച് പരസ്പരം ഖണ്ഡിച്ചിരിക്കുകയാണ്, അഥവാ പരസ്പരം കൂട്ടിമുട്ടിയിരിക്കുകയാണ്. അതിനർത്ഥം എന്താണ്? നിങ്ങൾ മനസ്സിലാക്കുക, 500 യൂണിറ്റ് സാധനം ഉൽപ്പാദിപ്പിച്ചു എന്നിരിക്കട്ടെ. ഈ 500 യൂണിറ്റ് സാധനവും ഉപഭോക്താക്കൾ വാങ്ങി. In such a situation, not even a single unit of the commodity will remain unsold in the market. Okay? Yes. ഒരു യൂണിറ്റ് സാധനം പോലും ഉൽപ്പാദിപ്പിച്ചത് വിറ്റ് തീരാൻ ബാക്കിയില്ല. ഉൽപ്പാദിപ്പിച്ച മുഴുവൻ വസ്തുക്കളും ഉപഭോക്താക്കൾ വാങ്ങി. ഏത് ബിന്ദുവിൽ വെച്ച്? ഈ എന്ന ബിന്ദുവിൽ, അതായത് OQ. ഉൽപ്പാദിപ്പിച്ച എത്രയേ ഉള്ളൂ? OQ ഉള്ളൂ. അത് മുഴുവൻ ഉപഭോക്താക്കൾ വാങ്ങുകയും ചെയ്തു. അതിനെന്ത് പറഞ്ഞു നമ്മള്? കമ്പോള സന്തുലിതാവസ്ഥ. In such a situation, okay, no unit of output remains unsold. മുഴുവൻ വിറ്റ് തീർന്നു, അല്ലേ? Okay. Quantity demanded equalizes with the quantity supplied. ഉൽപ്പാദിപ്പിച്ച മുഴുവൻ ഉൽപ്പന്നങ്ങളും ഉപഭോക്താക്കൾ വാങ്ങി, വിറ്റ് തീർന്നു. ഓക്കെ, അത് നമ്മൾ എന്ത് വിളിച്ചു? ആ സന്ദർഭത്തിലുള്ള വിലയെ OP ആണ് വില. അത് എന്താണ്? ഇക്വിലിബ്രിയം പ്രൈസ്. ആ സമയത്തുള്ള അളവ് എത്രയായിരുന്നു? OQ. അതിനെന്ത് പറയും? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇനി ഈ എന്ന ബിന്ദുവിനെ എന്ത് വിളിച്ചു? ഇക്വിലിബ്രിയം പോയിന്റ്. റെഡി? യെസ്, ദിസ് ഈസ് ദ ഇക്വിലിബ്രിയം. ഓക്കെ, ഇനി ഈ വീഡിയോയിൽ തൽക്കാലം ഇത്ര മതി. കാരണം ഇതിന് ശേഷം എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ വരുന്നുണ്ട്. അപ്പോൾ രണ്ട് വീഡിയോ എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ ഓവർലാപ്പിംഗ് ആയി പോകും. അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിക്കേണ്ട ഈ വീഡിയോയിൽ. ദിസ് ഈസ് ദ 5th ചാപ്റ്റർ, മാർക്കറ്റ് ഇക്വിലിബ്രിയം. By equilibrium we mean equality between two elements, say quantity demanded and quantity supplied. Okay, see, the price of the commodity will be determined on the basis of the quantity demanded and the quantity supplied of that commodity, and the process of determining prices on the basis of quantity demanded and quantity supplied is known as the price mechanism or price system. And the literal meaning of equilibrium is E is equality or balance. In such a situation, there is no tendency at all to change. Okay, in such a situation, see, entire commodities produced will be sold off. No unit of output will remain unsold. ഓർത്തിരിക്കുക, ഉൽപ്പാദിപ്പിച്ച മുഴുവൻ ഉൽപ്പന്നങ്ങളും വിറ്റ് തീരുന്ന ആ ഒരു അവസ്ഥ, അല്ലേ? ചോദനവും പ്രധാനവും തുല്യതമായിരുന്ന അവസ്ഥ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചോദനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ്. ഒക്കെ പഠിച്ചതാണ്. ചോദനം എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ആണ്. വില വർദ്ധിക്കുമ്പോൾ വാങ്ങുന്ന വസ്തുവിന്റെ അളവ് കുറയും, അല്ലേ? വില കുറയുമ്പോൾ കൂടുതൽ വാങ്ങും. അതുകൊണ്ട് വിലയും ചോദനവും തമ്മിൽ എന്താണ്? വിപരീതാത്മക ബന്ധമാണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഞാൻ പറഞ്ഞു. ഇനി പ്രധാനം വിൽക്കുന്ന സാഹചര്യമാണ്. ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ വിൽക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ എന്ത് പറയുന്നു? പ്രധാനം.
വില വർദ്ധിക്കുമ്പോൾ കൂടുതൽ വസ്തുക്കൾ വിൽക്കുകയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനെ ഡയഗ്രത്തിലേക്ക് മാറ്റിയപ്പോൾ എങ്ങനെയാണ്? പ്രധാന വക്രം പോയതെന്നാണ് ഇടത്തുനിന്ന് വലത്തെ മുകളിലേക്ക് പോയി. കാര്യം എന്താണ്? വില വർദ്ധിക്കുമ്പോൾ എന്താണ്? കൂടുതൽ വിൽക്കുന്നു. കാരണം y ആക്സിസിൽ വിലയിലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, x ആക്സിസിൽ പ്രധാനവും ചോദനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ചോദന വക്രം എങ്ങനെയാണ് വരച്ചത്? ഇടത്തുനിന്ന് വലത്ത് താഴോട്ടാണ് വരച്ചിരിക്കുന്നത് അല്ലെ, നെഗറ്റീവായിട്ട് വരച്ചിരിക്കുകയാണ്. അപ്പൊ ചോദന വക്രം ഇടത്തുനിന്ന് വലത്തോട്ട് നെഗറ്റീവായിട്ടും പ്രധാന വക്രം ഇടത്തുനിന്ന് വലത്തോട്ട് പോസിറ്റീവായിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം രണ്ട് വക്രങ്ങളും കൂടി കൂട്ടിമുട്ടും. അതിന്റെ അർത്ഥം ആ ഇന്റർസെക്ട് ചെയ്ത ആ ബിന്ദുവിൽ വെച്ച് എന്താണ്? ചോദനവും പ്രധാനവും തുല്യത പാലിക്കുകയാണ്. ആ ബിന്ദുവിന് നമ്മൾ എന്ത് പറഞ്ഞു? ഇക്വിലിബ്രിയം പോയിന്റ്, സന്തുലിത ബിന്ദു. ആ ബിന്ദുവിൽ നിന്ന് നേരെ y അക്ഷത്തിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തു അല്ലേ? ആ കൊടുത്ത കണക്ഷൻ എന്താണ്? ഇക്വിലിബ്രിയം പ്രൈസ്, സന്തുലിത വില. ഇനി എന്താണ്? ആ ബിന്ദുവിൽ നിന്ന് ഈ എന്ന ബിന്ദുവിൽ നിന്ന് നേരെ x ലേക്ക് ഒരു കണക്ഷൻ കൊടുത്തു, x അക്ഷത്തിലേക്ക്. അതിന് പറഞ്ഞു ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. എല്ലാ കുട്ടികളും ശ്രദ്ധയോടെ ഈ വീഡിയോ കാണണം. അപ്പോൾ വാട്ട് ഈസ് ഇക്വിലിബ്രിയം പ്രൈസ് അഥവാ എന്താണ് സന്തുലിത വില എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താണ് സന്തുലിത അളവ് അഥവാ എന്താണ് കമ്പോള സന്തുലിതാവസ്ഥ എന്ന് ചോദിച്ചാൽ എഴുതേണ്ട ഉത്തരം ഇതാണ്. ഓക്കെ അല്ലേ? ശ്രദ്ധയോടെ പഠിക്കണം. ഈ വീഡിയോ വീണ്ടും വീണ്ടും കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. എല്ലാവരും തന്നെ ശ്രദ്ധയോടെ പഠിക്കുക. ഓക്കെ.